തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചെറുക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ പരാതികളെക്കുറിച്ചും അതുപോലെ തന്നെ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് മറ്റൊരു വലിയ പ്രതിസന്ധി ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ, ആരോഗ്യ വകുപ്പിന് മുന്നിൽ ഇന്നുണ്ടായിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ശോചനീയാവസ്ഥയിലായിരുന്ന കെട്ടിടം തകർന്നു വീഴുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു അപകടം നടന്ന ഉടനെ തന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ജില്ലയിലുണ്ടായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ മന്ത്രി വി എൻ വാസവനും അപകടസ്ഥലത്തെത്തി. അപകടസ്ഥലം കണ്ട ശേഷം പ്രതികരണമായിരുന്നു വലിയ വിവാദത്തിന് കാരണമായത്. ഒരു കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ്, വലിയ ആളുകളൊന്നും ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്ന കെട്ടിടമാണ്. അപ്പോൾ വലിയ രീതിയിൽ ആളുകൾക്കൊന്നും പരിക്കൊന്നും ഉണ്ടായിട്ടില്ല, വലിയ അപകടമല്ല എന്ന തരത്തിലായിരുന്നു മന്ത്രി വീണ ജോർജിൻ്റെയും മന്ത്രി വി എൻ വാസവൻ്റെയും പ്രതികരണം. പക്ഷേ അവർ അവിടെ നിന്ന് പോയതിന് പിന്നാലെ ഏതാണ്ട് ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ പിന്നിട്ട ശേഷമാണ് അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. ആ രക്ഷാപ്രവർത്തനം നടത്തിയ ശേഷമാണ് ഒരു സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ ഉള്ളിൽ നിന്ന് ബിന്ദുവിൻ്റെ മൃതദേഹം പുറത്തെടുക്കുകയാണ് ചെയ്തത്. ബിന്ദു അവിടെ ചികിത്സയിലുള്ള, തൻ്റെ മകളുടെ ചികിത്സയ്ക്കായി അവിടെ ആശുപത്രിയിൽ എത്തിയതായിരുന്നു. അപ്പോൾ ആ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ കുളിക്കാൻ ചെന്നപ്പോഴാണ് ഈ അപകടമുണ്ടായത്. എന്തായാലും പ്രതിപക്ഷം വലിയ വിവാദമാക്കുകയാണ്. മന്ത്രിയുടെ പ്രതികരണത്തിലാണ് വലിയ പ്രശ്നമുണ്ടായിട്ടുള്ളത്. മന്ത്രി ആ വിഷയത്തെ ലഘൂകരിച്ചു, നിസ്സാരവൽക്കരിച്ചു എന്ന ആരോപണം ഉയർത്തിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ആ ആശുപത്രിയിലും അതുപോലെ തന്നെ പുറത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ സംഭവത്തിന് പിന്നാലെ മന്ത്രി ഇപ്പോൾ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ തനിക്ക് പ്രാഥമികമായി ലഭിച്ച വിവരങ്ങൾ പ്രകാരമാണ് താൻ പ്രതികരണം നടത്തിയത് എന്നാണ് മന്ത്രി വീണ ജോർജിൻ്റെ വിശദീകരണം. പക്ഷെ നോക്കൂ, കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ ആരോഗ്യ കേരളത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ആരോഗ്യ വകുപ്പിലെ കെടുകാര്യസ്ഥതയെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അതിനിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അപകടം കൂടി അത് എത്രത്തോളം സർക്കാരിന് പ്രതിസന്ധിയാകുന്നുണ്ട് എന്നതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അജൻസ്, ഇന്ന് ഉണ്ടായിട്ടുള്ള വീണ ജോർജിൻ്റെ ആദ്യ പ്രതികരണം, അവിടെ ആശുപത്രി എത്തിയ ശേഷം നടത്തിയ ആദ്യ പ്രതികരണം, പിന്നീട് പറയുന്നു പ്രാഥമികമായി കിട്ടിയ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന്. പക്ഷേ ഒരു മന്ത്രി അങ്ങനെയാണോ പ്രതികരണം നടത്തേണ്ടത്? ഇന്ന് ആ സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യം അവിടെ എത്തുന്നത് ഫയർഫോഴ്സാണ്. ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരൊക്കെയാണ് ആദ്യം എത്തുന്നത്. മാധ്യമങ്ങൾ അത് കഴിഞ്ഞ് തൊട്ടുടനെയാണ് എത്തുന്നത്. ആദ്യം രക്ഷാപ്രവർത്തനം തുടങ്ങിയ ശേഷമാണ് മാധ്യമങ്ങളുടെ എത്തുന്നത്. അതിനുശേഷമാണ് മന്ത്രി വരുന്നത്. മന്ത്രി വി എൻ വാസവനും മന്ത്രി വീണ ജോർജും കോട്ടയത്തുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയും കോട്ടയത്തുണ്ട്. അവർ റീജിയണൽ റിവ്യൂ മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് എത്തിയെന്ന് പറയുന്നു. അവിടെ വരുമ്പോൾ ആദ്യം കാണുന്ന ഫയർഫോഴ്സുകാർ യാതൊരുവിധ എക്യുപ്മെൻസും ഇല്ലാതെ ഈ റബിൾസിൻ്റെ ഉള്ളിൽ തിരയുകയാണ്. ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ സ്വാഭാവികമായിട്ട് നടത്തുന്ന ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവർ സാധാരണ ഒരു അപകട സ്ഥലത്ത് നിന്ന് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാണ്. അവർ കൈകൊണ്ട് കല്ലൊക്കെ എടുത്ത് നോക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അപ്പം തന്നെ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് മന്ത്രി വീണ ജോർജും ഹോസ്പിറ്റൽ സൂപ്രണ്ടും മന്ത്രി വാസവനും വരുന്നു. ആദ്യം തന്നെ മന്ത്രി വീണ ജോർജ് സംസാരിക്കുന്നു. അതൊരു പഴയ കെട്ടിടമാണ്, അത് ഉപയോഗശൂന്യമാണ്, അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല, ആളുകൾ ഇല്ലാത്ത കെട്ടിടമാണ്, അതുകൊണ്ടാണ് അപകടമൊന്നും ഇല്ലാതിരുന്നത്. ഇപ്പോൾ 2 പേർക്ക് പരിക്ക് പറ്റിയത് ഓൾറെഡി അവിടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഒഴിപ്പിച്ചൊരു കെട്ടിടത്തിൽ, ആളില്ലാത്ത കെട്ടിടത്തിൽ എങ്ങനെയാണ് 2 പേർക്ക് പരിക്ക് പറ്റുക എന്നൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു പക്ഷേ കെട്ടിടം ഇടിഞ്ഞു പോകുമ്പോൾ താഴെ നിന്നവരാണോ പരിക്ക് പറ്റിയവർ? അങ്ങനെയാണെങ്കിൽ ഈ ഉപയോഗശൂന്യമായ കെട്ടിടത്തിൽ, തകരാൻ സാധ്യതയുള്ളൊരു കെട്ടിടത്തിൽ സമീപത്തേക്ക് ആളുകൾ വിടാൻ പറ്റുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കഴിഞ്ഞ് കുറേ സമയം കഴിയുകയാണ്. അപ്പോഴാണ് ആളുകൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ഒരാളെ കാണാനില്ല എന്ന വാർത്ത വരുന്നത്. അപ്പോൾ ഒരാളെ കാണാനില്ല എന്ന വാർത്ത വരുന്നു. അപ്പോൾ മാധ്യമങ്ങളിലൂടെയാണ് ഈ വാർത്ത വരുന്നത്. മാധ്യമങ്ങളിൽ അപ്പോൾ വേറെ ഒരു ഒഫീഷ്യൽ റെസ്പോൺസും ഇല്ല. മാധ്യമങ്ങളിലൂടെ ഒരാളെ കാണാനില്ല എന്ന വാർത്ത വരുന്നു. കുറച്ച് കഴിയുമ്പോൾ പറയുന്നു, നമ്മുടെ തന്നെ റിപ്പോർട്ടർ പറയുന്നു, ആ ആളെ കണ്ടെത്തി, അയാൾ വാർഡിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ വാർഡിലുണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ത്രീയുടെ പേരും ബിന്ദു എന്നാണ്. അപ്പോഴാണ് തൊട്ടുടനെ തന്നെ മറ്റു വാർത്ത വരുന്നു, ആ ബിന്ദു അല്ല, വേറൊരു ബിന്ദുവിനെ കാണാനുണ്ട്. അപ്പോഴത്തേക്കും ഏകദേശം മന്ത്രി ഈ പ്രസ്താവന നടത്തിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിരുന്നു. ഈ സമയത്താണ് ഒരു ചെറിയ ഹിറ്റാച്ചി അതിനകത്തേക്ക് കടന്നു വരുന്നത്. അതായത് മന്ത്രിക്ക് അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ആ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിടമാണോ എന്ന കാര്യത്തിൽ മന്ത്രിക്ക് വ്യക്തതയില്ല. അതേസമയം മന്ത്രി ബൈറ്റ് കൊടുത്ത തൊട്ടുടനെ തന്നെ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കെട്ടിടം പഴകിയതാണ്, ഇപ്പോൾ ഈ അപകടത്തിൽ ഏതാണ്ട് 140 രോഗികൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്, അപ്പോൾ ആ കെട്ടിടത്തിൽ രോഗികളുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതിനുശേഷം നമ്മുടെ മാധ്യമങ്ങളുടെ ക്യാമറ അകത്തിൽ നോക്കുമ്പോൾ അതൊരു ഹോസ്പിറ്റൽ വാർഡ് തന്നെയാണ്. ആ രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെയും വസ്തുക്കളൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ വളരെ ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഒന്ന്, സത്യസന്ധമായ വിവരങ്ങൾ കൈമാറിയില്ല എന്നുള്ളതാണ്. ഒരു അപകട സമയത്ത് ആ കെട്ടിടം ഉപയോഗിച്ചോ ഇല്ലേ, അതിൽ ആളുണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ള വളരെ നിർണായകമായ വിവരം മന്ത്രിക്ക് അറിയില്ല. മന്ത്രിക്ക് അറിയാതിട്ടാണ് മന്ത്രി പറയുന്നത്. മന്ത്രി പറയുന്നത് എന്താണ്, അവിടെ അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് അവരോട് ആരോ പറഞ്ഞു, അവരത് മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷെ അതേ തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് പറയുന്നത് 140 രോഗികളെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വിവരം മന്ത്രി കേൾക്കുന്നില്ല. മന്ത്രി തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, മന്ത്രി കേൾക്കുന്നില്ല. അപ്പോൾ മന്ത്രിക്ക് ഓർമ്മയുണ്ട് 140 രോഗികളെ മാറ്റിയെങ്കിൽ അവിടെ ആളുകളുണ്ടല്ലോ,
അപ്പോൾ ഈ പൊളിഞ്ഞു വീണ അവശിഷ്ടങ്ങളിൽ ആൾ തപ്പണമല്ലോ, അങ്ങനെ ചിന്തിക്കണ്ടേ? അപ്പോൾ ആദ്യം തന്നെ മന്ത്രി ഈ കാര്യം മാധ്യമങ്ങളോട് വിശദീകരിക്കുമ്പോൾ തന്നെ ഇത് പഴയ കെട്ടിടമാണ്, ഞങ്ങളവിടെ പുതിയ കെട്ടിടം പണിയുന്നുണ്ട്, കിഫ്ബി എന്ന വാക്ക് ഉപയോഗിച്ചു. കിഫ്ബിയിലെ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങൾ പുതിയ കെട്ടിടം അവിടെ പണിയുന്നുണ്ട്, അത് ഉടനെ തുടങ്ങും എന്നാണ് ആദ്യ ബൈറ്റിൽ തന്നെ പറയുന്നത്. അതായത് ആദ്യ ബൈറ്റിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സ്ഥാപിക്കുന്നത് ഈ കെട്ടിടം തകർന്നുകൊണ്ട് ഞങ്ങളുടെ സർക്കാരിൻ്റെ കുഴപ്പമുണ്ടല്ല, ഇത് പഴയ കെട്ടിടമാണ്, ഞങ്ങൾ വന്നതിന് ശേഷം പുതിയ കെട്ടിടം പണിതിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് വളരെ ഇൻസെൻസിറ്റീവായിട്ടുള്ള ഇറസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ സർക്കാരിൻ്റെ പ്രതിച്ഛായ ഒന്നും അല്ല ഒരു മന്ത്രി എന്ന നിലയിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ ആളുണ്ടോ അത് പരിശോധിക്കലാണ്. മന്ത്രി ഇതിങ്ങനെ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ബിന്ദു എന്ന ആളെ കാണാതായി എന്ന വിവരം ലഭിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന ചെറിയ ഹിറ്റാച്ചി കൊണ്ടുവരാൻ തീരുമാനമെടുക്കുന്നത്. അപ്പോഴത്തേക്കാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ 2 പ്രശ്നമുണ്ട്. ഒന്നൊരു ദുരന്ത മുഖത്ത് ഒരു മന്ത്രി എന്ന നിലയിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വം. മന്ത്രി, അത് ഞാൻ വീണ ജോർജിനെ മാത്രം കുറ്റം പറയല്ല, ആ മണ്ഡലത്തിലെ ആളാണ് VN വാസവൻ, ഏറ്റുമാനൂർ മണ്ഡലത്തിൽപ്പെട്ടതാണ്. VN വാസവനും വീണ ജോർജിനേക്കാൾ ഒരുപാട് സീനിയറായൊരു ജനപ്രതിനിധിയാണ്, സീനിയറായിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹം ഇത് ചിന്തിക്കണ്ടേ? ഇതിൽ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത് വീണ ജോർജിനേക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളായിരിക്കും VN വാസവൻ. കാരണം VN വാസവൻ അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റിയുടെ മെമ്പറാണ്. അപ്പോൾ ആ കെട്ടിടം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം VN വാസവന് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹവും അത് മിണ്ടുന്നില്ല, അത് മന്ത്രിയോട് പറയുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ആളുണ്ടോ എന്ന് തിരയാൻ പറയുന്നില്ല. ഇതിൽ വീണ ജോർജും മന്ത്രി VN വാസവനും ഈ കാര്യത്തിൽ ഒരേപോലെ ഉത്തരവാദികളാണ്. രണ്ടാമത്തെ കാര്യം, ഇതാണ്ട് 68 വർഷം പഴക്കമുണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. 68 വർഷം ഒരു കെട്ടിടത്തിൻ്റെ പരമാവധി ആയുസ് എത്രയാണെന്ന് നമുക്കറിയാം. 68 വർഷം പഴക്കമുണ്ട്. 2013 തന്നെ PWD വിഭാഗം ഈ കെട്ടിടം ഉപയോഗയോഗ്യമല്ല എന്ന റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി എന്ന റിപ്പോർട്ട് വായിച്ചുകൊണ്ട് പറയുന്നു. 2013 ഉപയോഗശൂന്യമായൊരു കെട്ടിടം 2025 12 വർഷക്കാലം എങ്ങനെയാണ് അത് പ്രവർത്തിച്ചത്? അതിനകത്ത് എങ്ങനെയാണ് രോഗികളെ കിടത്തിയത്? ഇപ്പോൾ നമ്മൾ പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം കിഫ്ബി വഴി അലോട്ട് ചെയ്തു. കോവിഡ് കാരണം പണി മുടക്കാൻ പറ്റിയില്ല. 2021 തുടങ്ങിയത്, 8 നില കെട്ടിടമായതുകൊണ്ട് ഇത് തീർന്നില്ല. ഇപ്പോൾ പണിയതാണ്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാക്കുന്നതുകൊണ്ടാണ് തുറന്നു കൊടുക്കാത്തത് എന്ന് പറയുന്നു. ഇപ്പോൾ ഇന്ന് നാട്ടകം സുരേഷ്, അവിടുത്തെ DC പ്രസിഡന്റ് പറയുന്ന ഒരു കാര്യം, ഈ കെട്ടിടപ്പണി എന്നേ പൂർത്തിയായതാണ്, ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്, പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഉദ്ഘാടനം നീട്ടുകയാണ്, തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇത് നീട്ടി വെക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല, ആരോപണം മാത്രമാണ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ, ഉപയോഗശൂന്യമായ ഒരു കെട്ടിടത്തിൽ എങ്ങനെയാണ് ഒരു ആശുപത്രി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മാത്രം പ്രശ്നമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി നോക്കുക, ഇതിലും പഴകിയ കെട്ടിടങ്ങളിൽ ആശുപത്രി വാർഡുകളുണ്ട്. അപ്പോൾ ഏറ്റവും പഴകിയൊരു കെട്ടിടമായിരുന്നു ഇപ്പോൾ കാഷ്വാലിറ്റി ബ്ലോക്ക് ഉണ്ടായിരുന്നത്, അതിൻ്റെ പുതിയ ബ്ലോക്ക് അവിടെ പണിതു. ആ ബ്ലോക്കിൻ്റെ അവസ്ഥ എന്താണ്? ആ ബ്ലോക്കിലാണ് 2 മാസം മുമ്പ് തീ പിടിച്ചത്. ആ തീ പിടിച്ചത് എങ്ങനെയാണെന്ന് പോലും ഇപ്പോഴും വ്യക്തമല്ല. മറ്റൊന്ന്, ഒരു തീപിടുത്തമുണ്ടായാൽ ഒരു എമർജൻസി എക്സിറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. എമർജൻസി എക്സിറ്റ് ചങ്ങലയിട്ട് പൂട്ടി വെച്ചിരിക്കുക. നമ്മൾ കണ്ടാണ് അതിൻ്റെ വിഷ്വൽസ്. രോഗികളെ കൊണ്ട് പരക്കം പായുന്ന സീൻ, പുക നിറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് ഒഴിപ്പിക്കുന്ന സീൻ. ഇന്ന് മന്ത്രി വാർത്താസമ്മേളനം നടത്തുമ്പോൾ പറയുന്നതാണ്, ഞങ്ങൾ ഇത്തരം ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടി ഇപ്പോൾ പുതിയ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഫയർ ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏത് കോഴിക്കോട് അപകടത്തിന് ശേഷം ആശുപത്രി കെട്ടിടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചു, മോക്ക് ഡ്രില്ല് നടത്താൻ തീരുമാനിച്ചു. എന്നാണ് ഒരു അപകടം ഉണ്ടായതിനു ശേഷമാണ് മോക്ക് ഡ്രില്ല് നടത്തുന്ന കാര്യം പോലും ആലോചിക്കുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഫയർ ആൻഡ് സേഫ്റ്റി എന്നുള്ള പറയുന്ന ഒരു മാനദണ്ഡം അവിടെ പാലിച്ചിട്ട് എല്ലാ കെട്ടിടത്തിൽ കോഴിക്കോട് എന്നുള്ളതായിരുന്നു. ഇവിടെ എന്താണ്, ഈ പുതിയ കെട്ടിടത്തിൽ അങ്ങനെ പ്ലാൻ ഉണ്ടോ? പുതിയ കെട്ടിടത്തിന് ഞാൻ കിഫ്ബിയുടെ വെബ്സൈറ്റിൽ പോയി നോക്കി. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കുറേ പൈസ അനുവദിച്ചിട്ടുണ്ട്. ഈ കെട്ടിട നിർമ്മാണമൊക്കെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ് അതിൽ കാണിക്കുന്നത്. ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം അവിടുത്തെ ഫയർ ആൻഡ് സേഫ്റ്റി അപ്രൂവ്മെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് നാളെ മുതൽ മാധ്യമങ്ങൾ ഈ പുതുതായി പണിയുന്ന കെട്ടിടത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചൊരു ഓഡിറ്റ് മാധ്യമങ്ങൾ നടത്തണമെന്നാണ്. അവിടെ ഫയർ ആൻഡ് സേഫ്റ്റി എത്രയുണ്ട്? കാരണം അവിടെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പേ അതിനെ ഓഡിറ്റ് ചെയ്യപ്പെടണം. ഈ പറയുന്ന പോലെ അവിടെ എമർജൻസി എക്സിറ്റ് ഉണ്ടോ, വീതിയേറിയ കോറിഡോറുകളാണോ, ഒരു തീപിടുത്തം ഉണ്ടായാൽ ഫയർഫോഴ്സിന് എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലത്താണോ, അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണോ എന്നുള്ള ഓഡിറ്റ് നാളെ തന്നെ നടത്തണം എന്നാണ് ഞാൻ പറയാം. കാരണം അത് അപകടം ഉണ്ടായിട്ട് അതിനുശേഷം സർക്കാരിനെ കുറ്റപ്പെടുന്നതിന് നല്ലത് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോഴെ തന്നെ അത് ഓഡിറ്റ് ചെയ്ത് പോവുകയാണ് നല്ലത്. ഇതിൽ ഉത്തരവാദിത്തം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന അവർ രാജിവെച്ച് പോകുന്നതാണ് നല്ല ആരോഗ്യമന്ത്രി എന്ന് പറയുന്നു. രാജിവെക്കുക എന്നുള്ളത് പറഞ്ഞാൽ അതൊക്കെ ഒരു പഴയ ഫാഷനായിട്ടാണ് തോന്നുന്നത് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ റെയിൽവേ അപകടങ്ങൾക്ക് മുമ്പ് ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ അപകടം ഉണ്ടാകുമ്പോൾ രാജിവെച്ച ആളാണ്. ഇപ്പോൾ ആരെങ്കിലും രാജിവെക്കുന്നുണ്ടോ? ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് ഏതെങ്കിലും റെയിൽ അപകടത്തിൽ കഴിഞ്ഞ വർഷങ്ങളുണ്ടായ റെയിൽ അപകടത്തിൽ രാജിവെച്ചിട്ടില്ല. ഇവിടെ രാജിവെക്കേണ്ട പ്രശ്നമല്ല, ആ രക്ഷാപ്രവർത്തനം വഹിച്ചതിൻ്റെ ഉത്തരവാദിത്തം 2 മന്ത്രിമാർക്കുണ്ട്. VN വാസവനുമുണ്ട്, മന്ത്രി വീണയ്ക്കുമുണ്ട്. അത് അവരെ ഏറ്റെടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീടാണ്, അവരെ ഏറ്റെടുക്കണം. ഇനിയുള്ള സമയമെങ്കിൽ ഇനി അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ
മന്ത്രി വീണ ജോർജ് പറയുന്ന പോലെ ഫയർ ഓഡിറ്റ് നടത്തുന്നു, മോക്ക് ഡ്രിൽ നടത്തുമെന്നൊക്കെ പ്രഖ്യാപിക്കുന്നത് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. നമ്മുടെ ഒരു കൾച്ചർ, മലയാളികളുടെ നമ്മളിപ്പോൾ ആരോഗ്യരംഗത്ത് വലിയ മുന്നോക്കാണെന്ന് പറയുമ്പോൾ പോലും സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ വളരെ അലസ മനോഭാവമുള്ളവരാണ്. അത് ഭരണകൂടത്തിൻ്റെ മാത്രം മനോഭാവമല്ല, ആളുകളുടെ മനോഭാവമാണ്. അത് സേഫ്റ്റി എന്ന് പറയുന്നത് മാറ്റിവെക്കാവുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ വീട് പണിയുമ്പോഴാണെങ്കിലും കെട്ടിടം പണിയുമ്പോഴാണെങ്കിലും ഫ്ലാറ്റ് പണിയുമ്പോഴാണെങ്കിലും വാഹനം വാങ്ങുമ്പോഴാണെങ്കിലും ഏത് കാര്യത്തിലും മൈലേജിനാണ് മുൻതൂക്കം കൊടുക്കുക വണ്ടി വാങ്ങുമ്പോൾ സേഫ്റ്റിയേക്കാൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു സംസ്കാരം വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഭരണകൂടത്തിനുണ്ട്. ഇതിൽ വീണ രാജിവെക്കണം വേണ്ടെന്നുള്ളത് വീണ ജോർജ് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ വീണ ജോർജിന് മാത്രമല്ല അതിൽ ആ കാര്യത്തിൽ ഉത്തരവാദിത്വം മന്ത്രി വാസവനുമുണ്ട്. യെസ്, നിഷാദ്, ഇവിടെ ഒരു ദുരന്തമുഖത്ത് നടത്തേണ്ട ഇടപെടൽ അല്ലെങ്കിൽ അവിടെ നടത്തേണ്ട കാര്യങ്ങൾ പരിശോധിച്ച് നടത്തേണ്ട പ്രതികരണം, അതിൽ വലിയ വീഴ്ച സംഭവിച്ചു രണ്ട് മന്ത്രിമാർക്കും. അല്ല, അതിനകത്തൊരു കാര്യമുള്ളത്, മനഃപൂർവ്വമായി എന്തെങ്കിലും അവരുടെ ഒരു എഫിഷ്യൻസി ഇഷ്യൂ ആണെന്നോ, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമായി ഇനിയിപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കട്ടെ, നമ്മുടെ സർക്കാരിന് നാണക്കരാണ് എന്ന് ഡെലിബറേറ്റായി ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ കുറച്ചുകൂടി തുറന്ന മനസ്സുണ്ടാവുക പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തെങ്കിലും സംഭവം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായാൽ അതിനെല്ലാം ഒരു പരിധി കവിഞ്ഞ മുൻവിധിയോടെ സമീപിക്കുക. മാധ്യമങ്ങൾ മുൻവിധിയോടെ ആരോഗ്യവകുപ്പിനെ ആക്രമിക്കുകയാണ്, എന്നെ ആക്രമിക്കുകയാണ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഞാൻ അതിനെല്ലാം ഡിനൈ ചെയ്യുക, എല്ലാത്തിനെയും നിസ്സാരവൽക്കരിക്കുക, ലഘൂകരിക്കുക എന്ന ഒരു സമീപനം എടുത്തു പോരുന്നത് കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണിത്. അവിടെ ഒരു കെട്ടിടം ഇടിഞ്ഞ് വീണപ്പോൾ അതിൻ്റെ പേരിൽ താൻ ആക്രമിക്കപ്പെടാൻ പോവുകയാണ്, തൻ്റെ സർക്കാർ ആക്രമിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വാതിലുകൾ ആദ്യം അടയ്ക്കണം എന്ന് പറയുന്ന ഒരു തരം അതിധൃതി കാണിക്കുകയാണ്. അതിൻ്റെ ആവശ്യം ഇവിടെയില്ല. ഒരു കെട്ടിടം തകർന്നു വീണാൽ അതിനകത്ത് ആളുകൾ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും കാലമായി കുഴപ്പമുണ്ടായിട്ടും പൊളിക്കാത്തൊരു കെട്ടിടം, ആ ഇപ്പോൾ ഇവിടെ 140 ആളുകളെന്ന് വെച്ചാൽ അതിലുള്ള രോഗികളെയല്ല, ആ പരിസരത്തുണ്ടായിരുന്ന രോഗികളെയാണ് മാറ്റിയിട്ടുള്ളത്. ബൈസ്റ്റാൻഡേഴ്സാണ് ഇത് ഉപയോഗിച്ചിരുന്നത്, ഈ ശുചിമുറിയൊക്കെ. അത് പക്ഷേ ക്ലോസ് ചെയ്തിരുന്നില്ല. അപകടത്തിൽപ്പെട്ടയാളും ബൈസ്റ്റാൻഡറാണ്, നമുക്ക് കാണാം. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതുകൂടി അന്വേഷിക്കണം എന്ന്. 11 മണിക്ക് കെട്ടിടം പൊളിയുന്നു, 11:20 മറ്റോ മന്ത്രി വരുന്നു, 11:20 2-3 മിനിറ്റ് കഴിയുമ്പോൾ മന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. സെർച്ച് പരിശോധന തുടങ്ങുന്നത് 12:30-ക്കാണ്. അപ്പോൾ അതിനകത്ത് ഒരു കുഴപ്പവുമില്ല എന്ന് സ്ഥാപിക്കാൻ, വളരെ വേഗത്തിൽ സ്ഥാപിക്കാനുള്ള ഒരു വ്യഗ്രത, അത് നമ്മൾ തിരുവനന്തപുരത്തെ യൂറോളജി വിഭാഗം മേധാവി നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സമയത്തും കണ്ടതാണ്. അപ്പോൾ ഒരു ഓപ്പണായിട്ടുള്ള പരിശോധനയ്ക്ക് തയ്യാറാവുന്നില്ല. എന്തിനാണ് അത്രയും വലിയ ഈഗോ? എന്തിനാണ്? എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യം, അതായത് ഗവൺമെൻറ്റിനുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർത്തുന്ന ഘട്ടത്തിലെല്ലാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലെല്ലാം സർക്കാരിനെ വളരെ പെട്ടെന്നൊരു ഈഗോ പിടിപെടുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ നമ്പർ 1 കേരളമായി ഇതിനെ കൊണ്ടുനടക്കുകയാണ്. നമ്പർ 1 അല്ല എന്നുള്ള അഭിപ്രായം നമുക്കില്ല. നമ്പർ 1 ഏറ്റവും നന്നായി തന്നെ നമ്മുടെ ആരോഗ്യ, വിദ്യാഭ്യാസ, പൊതുമേഖല പോകുന്നുണ്ട്. അതിനകത്ത് ചില പുഴുക്കുത്തുകളും പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അയ്യോ ഞങ്ങളുടെ നമ്പർ 1 തകർന്നു പോകുമോ എന്ന ഭയപ്പാട് ഇവരെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് വീണ ജോർജിന് മാധ്യമങ്ങൾ തന്നെ വേട്ടയാടി പിടിക്കുകയാണെന്നുള്ള ഒരു സംശയത്തിൻ്റെ പുറത്ത് അവരെന്ത് ചെയ്യണം? മാധ്യമങ്ങൾ എപ്പോഴും സർക്കാരിനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കും, സർക്കാരിനോട് അഗ്രസീവായിരിക്കും. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. അതാണ് മാധ്യമങ്ങളുടെ പണി. അങ്ങനെയാണ് ജേർണലിസം സ്കൂളിൽ പഠിക്കുന്നത്. ഗവൺമെൻറ്റിനെ ഓഡിറ്റ് ചെയ്യുക. കാരണം ഗവൺമെൻറ് ജനങ്ങളോടുള്ള വാഗ്ദത്തം നിറവേറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് ഓരോ ഘട്ടത്തിലും മാധ്യമങ്ങളുടെ അടിസ്ഥാന ഉത്തരവാദിത്വം. അപ്പോൾ അത് എന്തോ കുഴപ്പമായി വരുന്നുവോ തടയണമെന്ന പേരിലുള്ള ഒരു വ്യഗ്രത കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് സംഭവിച്ചെന്ന് തോന്നുന്നു. പോട്ടെ, ഇനിയിപ്പോൾ അവർക്ക് ഓർമ്മ കിട്ടിയില്ല, അല്ലെങ്കിൽ അവർ ആലോചിച്ചില്ല, ഇത് ഉപയോഗത്തില്ലാത്ത കെട്ടിടമാണല്ലോ, അപ്പോൾ തകർന്ന് വീഴുമ്പോൾ അതിനകത്ത് ആളുണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കമൻറ്റ് നടത്താം. പക്ഷെ പിന്നീട് ആ കാര്യത്തിൽ തങ്ങൾ ഒരു നിർദ്ദേശം കൊടുക്കാത്തതുകൊണ്ടാണ് 1 മണിക്കൂർ പരിശോധന വൈകിയതെന്ന വിമർശനം വന്നല്ലോ. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. അത് രാഷ്ട്രീയ നേതൃത്വത്തിനും ഭരണ നേതൃത്വത്തിനും ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ചയുമില്ല എന്ന സമീപനം എടുക്കരുത്. അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. കാരണം അവരവിടെ വന്നപ്പോൾ ആ പരിശോധന വൈകിച്ചത് അവരുടെ ഉറപ്പിന്മേലാണ്. അതിലൊന്നുമില്ല എന്ന് അവർ തീർപ്പ് പറഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും പരിശോധിക്കില്ലല്ലോ. അപ്പോൾ അവിടെ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കാം എന്നൊരു വാക്ക് പറയാത്തതിൻ്റെ പേരിൽ പരിശോധന വൈകിയെന്ന വിമർശനത്തെ ഏറ്റെടുക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഒരു നല്ല മാതൃകയല്ല. കുറച്ചുകൂടെ സീനിയേഴ്സ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ്, മന്ത്രിമാർ, അവർ ചെയ്യേണ്ടത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു ധീരത കാണിക്കുക എന്നുള്ളത്. അതിൻ്റെ പേരിൽ അവർ ആരും ഇവിടെ തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല. ഇതിപ്പോൾ അവർ മനഃപൂർവ്വം കെട്ടിടം തള്ളിയിട്ടതല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പറ്റിപ്പോയ പിഴവുകൾ ഏറ്റെടുക്കുക പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ പറഞ്ഞതിന് തുടർച്ച എനിക്ക് പറയാനുള്ളൂ, ആരെങ്കിലും ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിൽ ആ പ്രശ്നം വാലിഡ് ആണെങ്കിൽ ആ പ്രശ്നത്തെ ഉൾക്കൊള്ളാനും ആ വിമർശനം ഏറ്റെടുക്കാനും അതിന് പരിഹാരം കാണണമെന്ന് ആദ്യം ശ്രമിക്കേണ്ടത്. 10 വർഷം മുൻപുണ്ടായിരുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കാലത്ത് ഇതൊന്നും ആയിരുന്നില്ല എന്ന വാട്ടവൂട്ടറി പറയുന്നത് മോശമാണ്. 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ എന്തു ചെയ്യുന്നു എന്നാണ് ജനം ചോദിക്കുന്നത്. അവരോട് അതിനുള്ള മറുപടി ജനങ്ങളോട്, ആദ്യത്തെ മറുപടി ജനത്തോടാണ് പറയേണ്ടത്. രണ്ടാമതാണ് രമേശ് ചെന്നിത്തലയോടും വി.ഡി. സതീശനോടും പറയേണ്ടത്. അപ്പോൾ ജനത്തോട് പറയുക, ഈ കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്, പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നതിൽ സർക്കാർ ഊന്നുന്നതാണ് നന്നാവുക. യെസ്, തീർച്ചയായും അപകടങ്ങൾ പലയിടത്തും സംഭവിക്കാറുണ്ട്. പക്ഷേ ഒരു ദുരന്തമുഖത്ത് ചെന്ന് പ്രതികരിക്കേണ്ട രീതി, ഇടപെടൽ നടത്തേണ്ട രീതി, അതിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണ്ടതുണ്ട്. ഇവിടെ ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ മന്ത്രി വി.എൻ. വാസവനും ഈ വിവാദം ഒഴിവാക്കാമായിരുന്നു. കൃത്യമായി കാര്യങ്ങൾ പരിശോധിച്ച് ഇടപെടൽ നടത്താമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രതിഷേധങ്ങളും വിവാദവും ഒഴിവാകുമായിരുന്നു.